ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. കൈവല്യ പീയൂഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നാരായണീയ സാഹസ്രം എന്ന ഉപാസന തുടങ്ങിയിട്ട് ഇന്ന് 38ാമത്തെ ദിവസം, അതായത് 4ാമത്തെ ദശകത്തിലെ 8ാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾക്ക് എന്നും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണ പ്രഭാഷണ രംഗങ്ങളിലേക്ക് കടക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണാക്ഷരം പുണ്യം ജിഹ്വാഗ്രേയസ്യ വർത്തതേ, നാരായണസ്തമന്വേതി വത്സം ഗൗരിവത്സലാഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗുരുഭ്യോ നമഃ. 4ാമത്തെ ദശകത്തിലെ 8ാമത്തെ ശ്ലോകം. ഇദ്ധമഭ്യസന നിർഭരോല്ലസൽ ത്വൽപരാത്മസുഖകൽപ്പിതോത്സവാഃ മുക്തഭക്തകുലമൗലിതാം ഗതാഃ സംജരേമ ശുകനാരദാദിവത്. മുക്തഭക്തകുലമൗലിതാം ഗതാഃ സംജരേമ ശുകനാരദാദിവത്. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാവരും ഇതിൽ വരുന്ന വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പൊന്നുഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നുമെന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണേതി നാമസങ്കീർത്തനം സദാലോകക്ഷേമായ കുർവന്തം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാ പ്രാണനായകം പത്മനാഭപുരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം. നാരായണീയ സാഹസ്രം ഇതാ അനവരതം ഭഗവത് അനുഗ്രഹത്താൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. 4ാം ദശകത്തിലെ 8ാം ശ്ലോകത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ആ 7 ഘട്ടങ്ങളോടുകൂടിയ അഷ്ടാംഗയോഗത്തെക്കുറിച്ചാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഓരോ യോഗമാർഗങ്ങളുടെയും പ്രത്യേകത ഏറ്റവും വലിയ അഭ്യാസമാണ്. പുറമേ ഉള്ള യുക്തിവാദികളോ നിരീശ്വരവാദികളോ ഇത് വളരെ ഈസിയാണ്, ഒരു നാമം ജപിക്കാൻ വളരെ അനായാസേന സാധിക്കും, ഒരു നാമം ജപിക്കലേ വേണ്ടൂ എന്ന് അവരോടൊരു നാമം ജപിക്കാൻ പറയുകയാണ് വേണ്ടത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് ഈ നാമജപത്തിൻ്റെ പ്രാധാന്യമെന്ന്. അപ്പം അനായാസേന ഈശ്വര സ്വാധീനം, ഈശ്വര ഭക്തി അത് ഉണ്ടാവാൻ സാധ്യമല്ല. ഈശ്വരത്വം എന്നുള്ളത് അനായാസേന സാധിക്കുമെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അത് അനായാസേന കിട്ടില്ല. അത് ഭഗവത് അനുഗ്രഹം തന്നെ വേണം. അതിന് കർമ്മവാസന കൊണ്ട്, ശുദ്ധി വന്ന മനസ്സുകൊണ്ടേ ഇതെല്ലാം സാധിക്കുള്ളൂ. അപ്പോൾ ഈശ്വരത്വത്തെ അറിയുക എന്ന യോഗമാർഗങ്ങൾ ജ്ഞാന കർമ്മ
ഭക്തി, ധ്യാന യോഗമാർഗങ്ങൾ. ഈ യോഗമാർഗങ്ങളെല്ലാം ഈശ്വര സ്വാധീനമുണ്ടാവാനാണ്. ഈശ്വര ഭക്തി എന്നുള്ളതിനേക്കാൾ ഉപരി ഈശ്വരൻ്റെ സ്വാധീനം, ഈശ്വരത്വത്തിൻ്റെ സ്വാധീനം നമ്മളിൽ ഉണ്ടാവാനാണ്. ഇന്നിപ്പോൾ ആളുകൾ യോഗ ചെയ്യുന്നത് എന്തിനാ? ഇത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം, ആ ആത്മവിശ്വാസം ഉണ്ടാവാൻ. അപ്പോൾ അവിടെ യോഗത്തിലൂടെ യോജിക്കണം, ആ ഈശ്വരത്വവുമായിട്ട് യോജിക്കണം. ആ യോജിപ്പ് വന്നാലേ നമുക്ക് ഈശ്വരാനുഭൂതി ഉണ്ടാവുള്ളൂ. അല്ലാതെ പുറമേ നിന്നിങ്ങനെ ചോദിച്ചോ ഇത് അനായാസമാണെന്ന് പറഞ്ഞ് പുച്ഛിച്ചോ ഇത് നമുക്ക് ഒരിക്കലും സ്വാധീനമാവാൻ പോകുന്നില്ല. അപ്പം അതിനുവേണ്ടി സമയം ചെലവഴിക്കണോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല എന്നുള്ളതാണ് യോഗമാർഗത്തിൻ്റെയൊക്കെ ലക്ഷണം. ഇനി അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നമ്മൾ ഈ ചെലവഴിക്കുന്ന സമയമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഈ ചെലവഴിക്കുന്നത് സമയം മുഴുവൻ കുടുംബത്തിന് വേണ്ടിയിട്ടായാലും സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ആയാലും സാമൂഹ്യമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി, ഇല്ലാത്തവർക്ക് ഉണ്ടാകാൻ തക്കവണ്ണമുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരെ ആനന്ദിപ്പിക്കാൻ തക്കവണ്ണം, നാരായണ സേവ നരസേവ എന്ന ഭാവത്തിൽ അവരെ ആനന്ദിപ്പിക്കാൻ തക്കവണ്ണം ചെയ്യുകയാണെങ്കിൽ അതൊരു യോഗമാർഗം തന്നെയാണ്. രാജസ്ഥാനിൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോശാല ഉള്ളത്. 25,000-ഓളം കാളകളും അതിലേറെ പശുക്കളും. എത്രയോ പശുക്കളുണ്ട്. അതൊരു സ്വാമിജിയുടെയാണ്. ഇന്നേ വരെ അദ്ദേഹം മുമ്പിലേക്ക് വന്നിട്ടില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലോ ഒരു വാട്സാപ്പ് പോസ്റ്റിലോ ഇനി മാധ്യമങ്ങളുടെ മുമ്പിലോ അദ്ദേഹം വന്നിട്ടില്ല. അപ്പം നമ്മളിവിടെ പലതരത്തിലുള്ള പ്രചരണം ആഗ്രഹിക്കുന്നു എങ്കിൽ യഥാർത്ഥ കർമ്മയോഗി ഇത്തരത്തിലായിരിക്കും. അദ്ദേഹം ഒരു യോഗത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ യോഗമാർഗങ്ങൾ 4 വഴിക്കാണോ എത്തിച്ചേരുക ഭഗവാനിലേക്ക്? അല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 4 യോഗമാർഗങ്ങളിലും 4 യോഗമാർഗങ്ങളും എത്തിച്ചേരുന്നത് ഭക്തിയിലൂടെയാണ്. 4 യോഗമാർഗങ്ങളും സംഗമിക്കുന്ന, ബാക്കി 3 യോഗമാർഗങ്ങളും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഭക്തി, ഒരു സംഗമസ്ഥലമാണ്. ഈ ഭക്തിയിലൂടെയാണ് പിന്നീട് ഭാഗീരഥിയും മന്ദാകിനിയും ഒക്കെയായി ഹരിദ്വാറിൽ വന്ന് ഗംഗയായി ഒഴുകുന്ന ഗംഗാദേവി സമുദ്രത്തിലേക്ക് പിന്നീട് ഗംഗയായിട്ട് അങ്ങോട്ട് ലയിക്കുകയാണ്. അപ്പോൾ കർമ്മയോഗമായാലും ജ്ഞാനയോഗമായാലും ധ്യാനയോഗമായാലും 3 വഴികളിലൂടെ വന്ന് ഭക്തി യോഗത്തിൽ സംഗമിച്ച് പിന്നെ ഭക്തനായിട്ട് അങ്ങോട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ള സ്വഭാവമാണ്. അപ്പോൾ യോഗമാർഗങ്ങൾക്ക് എല്ലാം വളരെ എന്താ പറയുക, അവരവരുടേതായിട്ടുള്ള വഴികളുണ്ടെങ്കിലും ഈ വഴികളെല്ലാം ചെന്ന് എത്തുന്ന സ്ഥലം ഭക്തിയാണ്. അത് ഒറ്റയടിക്ക് അങ്ങോട്ട് അതിലേക്ക് ലയിക്കല്ല. അത് അദ്വൈത വേദാന്ത സിദ്ധാന്തമായാലും ഇനി ഭക്തിയുടെ ഏറ്റവും പരമകാഷ്ഠയായ നാമജപ സാധനയായാലും എത്തിച്ചേരുന്നത് ഇതിലൂടെ, ഈ ഭക്തിയിലൂടെ മാത്രമേ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഭക്തിയുടെ അർത്ഥം, അപ്പോൾ അതിൻ്റെ അർത്ഥം മറ്റ് യോഗമാർഗങ്ങളൊക്കെ ഭക്തിയായിട്ട് പരിണമിക്കപ്പെടണം. കർമ്മയോഗമായാലും നിങ്ങൾ കർമ്മം ചെയ്യുമ്പോൾ കർമ്മമാണ് ഈശ്വരൻ, എനിക്ക് അമ്പലത്തിലല്ല ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി അവിടെ വരില്ല, ബുദ്ധിമുട്ടാണ്. ജ്ഞാനമാർഗത്തിലൂടെ നിങ്ങളങ്ങനെ അമ്പലം വെച്ച് പൂജിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ധ്യാനമാർഗികളായാലും ഈ ഹൃദയത്തിലാണ് ഭഗവാൻ, അല്ലാതെ പുറമേ അല്ല, ക്ഷേത്രത്തിലല്ല എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ശക്തമായ ഒരു മാധ്യമം അല്ലെങ്കിൽ ശക്തമായ പ്രതിബിംബമാണ് ഭക്തി എന്ന പ്രതിബിംബം. ആരാധനാമാർഗങ്ങളുടെ ഈ 3 കൂടി ചേർന്നതാണ് ഭക്തി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ 3 സഞ്ചരിക്കുമ്പോഴും ഭക്തിയുടെ സഹായം കൂടാതെ, ഭക്തിയായിട്ട് പരിണമിക്കാതെ അത് തുടർന്നു പോകാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പം അഷ്ടാംഗയോഗത്തിൽ തന്നെ ഭട്ടതിരിപ്പാട് എന്താ പറയണത്? അവിടെ ഭട്ടതിരിപ്പാട് പറയണത് ഇത് അഭ്യാസത്തിലൂടെ എവിടേക്ക് എത്തണം?
പരമസുഖരസാംബോധിപൂരേ. ആ പരമസുഖരസാംബോധിയാകുന്ന അവിടുത്തേക്ക്, അല്ലെങ്കിൽ ആ പരമസുഖരസാംബോധിപൂരനാകുന്ന അവിടത്തേക്ക് എത്തിച്ചേരണം. അപ്പം ഈ സുഖം, രസം, ഇതൊക്കെ എവിടെയേ വരുള്ളൂ? ഭക്തിയിലേ വരുള്ളൂ. ബാക്കിയെല്ലാം അദ്വൈതമാണല്ലോ, നിർഗുണമാണല്ലോ. അപ്പം ഏത് മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും ശക്തമായ ഒരു മാധ്യമം, ഭക്തി എന്ന മാധ്യമം, അത് കൂടെ കൊണ്ടുപോകാതെ നമുക്ക് ഉയരില്ല. ഇപ്പം അദ്വൈതികളായിട്ടുള്ള ആളുകൾ ഏറ്റവും കടുത്ത, ഏറ്റവും ശക്തനായ അദ്വൈതവാദിയായിരുന്നില്ലേ സാക്ഷാൽ ശ്രീ ജഗദ്ഗുരു ശങ്കരാചാര്യർ. അദ്ദേഹം എന്താ പാടിയത്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതയെ. ഭജിക്കൂ എന്നാ പറഞ്ഞത്. ഭജനഭാവം ഭക്തിയില്ല എന്നുള്ളത് ആർക്കും തർക്കമില്ലല്ലോ. ഭജ് ധാതുവിൽ നിന്നാണ് ഭക്തി എന്ന പദം തന്നെ ഉണ്ടായത്. ഇപ്പം ഈ ഭക്തി യോഗമെന്ന ശക്തമായ മാധ്യമത്തിലൂടെ ഈ 3 യോഗമാർഗങ്ങൾ, അത് ഏത് വേണമെച്ചാൽ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മളുടെ ബുദ്ധിക്കനുസരിച്ച്, നമ്മുടെ മനസ്സനുവദിക്കുന്നതിനനുസരിച്ച് തിരഞ്ഞെടുക്കാം. പക്ഷെ എപ്പോഴും പാൽപ്പായസത്തിൽ കുറച്ച് പഞ്ചസാര എന്നതുപോലെ, അതായത് നല്ല മധുരമുള്ള പാൽപ്പായസത്തിൽ കുറച്ചുകൂടി പഞ്ചസാര എന്നതുപോലെ കൊണ്ടു നടക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ സാധനാമാർഗങ്ങളൊക്കെ ഒരു സ്ഥലത്തെത്തുമ്പോൾ അങ്ങോട്ട് നിന്നു പോകും. കാരണം എന്തിനു വേണ്ടി എന്നറിയാത്ത ഘട്ടത്തിലേക്ക് മാറും. ഇപ്പോഴത്തെ സന്യാസിമാരെ നമ്മൾ കണ്ടിട്ടില്ലേ? ആധുനിക സന്യാസിമാരെ, നല്ല സന്യാസിമാരെ അല്ല ഉദ്ദേശിക്കുന്നത്, തട്ടിപ്പ് സന്യാസിമാരുണ്ട്. അവരെ നോക്കൂ. എന്തുകൊണ്ടാണ്? കാരണം അത്തരത്തിൽ ലക്ഷ്യമില്ലാതെ, ഭക്തിയില്ലാതെ, ചിത്തശുദ്ധി ഇല്ലാതെ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കില്ല. ഒരു ഘട്ടം വരെ മുന്നേറും, അവിടെ എത്തിക്കഴിഞ്ഞാൽ നിൽക്കും, പ്രതിസന്ധി വരും. ആ പ്രതിസന്ധി വരാൻ കാരണം ആത്മാർത്ഥതയില്ല. ആത്മാർത്ഥത എന്ന് വെച്ചാൽ തന്നെ ആഗ്രഹിക്കുന്നില്ല, ഭക്തി ഉണ്ടാകുന്നില്ല. ഭക്തി ഉണ്ടാവാത്ത അവസ്ഥയിൽ ഈ 3 യോഗമാർഗങ്ങളും മാർഗമധ്യേ നിന്നുപോകും. ഭാഗീരഥി, മന്ദാകിനി എല്ലാം ഗംഗയായിട്ട് പരിണമിക്കണമെങ്കിൽ ഹരിദ്വാറിലേക്ക് എത്തണ്ടേ, ഋഷികേശിലേക്ക് എത്തണ്ടേ? ആ ഘട്ടത്തിൽ നിന്നല്ലേ അത് ഗംഗയായിട്ട് മാറുള്ളൂ. അങ്ങനെ ഗംഗയായിട്ട് മാറുന്ന പോലെ ഈ യോഗമാർഗങ്ങൾ തനിയെ ആയാൽ, ഒരു സഹായി ആയി ഭക്തിയെ കൂട്ടിയില്ലെങ്കിൽ സഹായി ഇല്ലാത്തതിൻ്റെ വിഷമം നമ്മൾ അനുഭവിക്കും. ഒരു കല്ല് എടുത്തു വെച്ച് മാറ്റാൻ പറ്റും. നമുക്കൊരു മതിൽ പണിയണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായാൽ എത്ര ദിവസം എടുക്കും? എത്ര ദിവസം കൊണ്ടായിരിക്കും നമ്മൾ മതിൽ പണി നടത്താൻ പോണത്? സഹായികളുണ്ടെങ്കിലോ? നമ്മൾ 1 മാസമോ 2 മാസമോ കൊണ്ട് ഒരു മതിൽ പണിയുമ്പോൾ സഹായികളുണ്ടെങ്കിൽ 1-2 ദിവസം കൊണ്ട് അത്രയും ദൂരം മതിൽ പണി കഴിയും. വേഗതയ്ക്ക് വേണമെങ്കിൽ ഭക്തി രസം ഇല്ലാതെ നിർത്തിയില്ല. അപ്പം ഭക്തി എന്ന സാധനാമാർഗത്തിലൂടെ മുന്നേറുക. ആ ഭക്തി എന്ന സാധനാമാർഗത്തിലൂടെ മുന്നേറുമ്പോൾ ഭാഗവതം ആദ്യം തന്നെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. ഭക്തി ഉണ്ടായാൽ ബാക്കി 3 യോഗമാർഗങ്ങൾ തനിയെ ഉണ്ടായിക്കോളുന്ന പഠിപ്പിക്കണം. അതുകൊണ്ട് ഭാഗവതം ഇത്രയും പ്രസക്തമായത്. കുട്ടിക്കാലത്ത് നമ്മുടെ കാരണന്മാർ നമ്മളെ മടിയിലിരുത്തിയിട്ടോ മറ്റോ പറഞ്ഞു തരുന്നു നാമങ്ങൾ. അത് ചൊല്ലി 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 ചിലർക്ക് നിരീശ്വരവാദത്തിലേക്ക് മാറുന്നു, ചിലർ യുക്തിവാദികളിലേക്ക് മാറുന്നു, ചിലർ വിശ്വാസം, യുക്തിഭദ്രമായ വിശ്വാസം ആഗ്രഹിക്കുന്നവരായിട്ട് മാറുന്നു. ഇതിൽ 3ാമത്തെ ആൾക്കാരാണ് ഏറ്റവും നല്ല ആളുകൾ. അവർക്കൊരു വിദ്യാർത്ഥിത്വമുണ്ട്. ആ വിദ്യാർത്ഥിത്വത്തിലൂടെ ഈ ഭക്തി കൊണ്ട് എന്ത് കാര്യം, അല്ലെങ്കിൽ ഭക്തി കൊണ്ട് എനിക്കുണ്ടാകുന്ന ഗുണമെന്ത്, ഇത് ചോദിച്ച് മനസ്സിലാക്കി അതിനെ യുക്തിഭദ്രമാക്കുമ്പോൾ അവിടെ ജ്ഞാനയോഗം വന്നു, കർമ്മയോഗം വന്നു, ധ്യാനയോഗവും വന്നു. അപ്പോൾ ഭക്തിയെ സംബന്ധിച്ചിടത്തോളം
ഒഴിവാക്കാനാവാത്ത ഒരു ഘടകമാണ് യോഗമാർഗങ്ങളിൽ ഭക്തി, കലിയുഗത്തിൽ പ്രത്യേകിച്ചും. അത് നിങ്ങൾ അദ്വൈതികളായിക്കോട്ടെ, ദ്വൈതികളായിക്കോട്ടെ, വേദാന്തികളായിക്കോട്ടെ, ധ്യാനിക്കുന്നവരായിക്കോട്ടെ, ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും നിങ്ങളുടെ കൂട്ടിന് ഭക്തി വേണം. ഇല്ലെങ്കിൽ അപകടമാവുന്നല്ല. ഇല്ലെങ്കിൽ ഒരു പ്രതിബന്ധം വരും. പ്രതിബന്ധം വരുമ്പോൾ ഈശ്വരനില്ലാത്തവൻ പ്രാർത്ഥിക്കും, പ്രതിബന്ധം മാറ്റി തരണേ ഭഗവാനെ എന്ന്. അത് തന്നെയാണ് ഭക്തി. കർമ്മയോഗത്തിലൂടെ മുന്നേറുമ്പോൾ എന്തെങ്കിലും പ്രതിബന്ധം വരുമ്പോൾ ഭഗവാനെ എനിക്ക് കർമ്മം നിർവഹിക്കാൻ സാധിക്കണേ, അത് തന്നെയാണ് ഭക്തി. ധ്യാനയോഗത്തിലൂടെ മുന്നേറുമ്പോൾ ഒരു ദിവസം ധ്യാനം ഏകാന്തത്തിൽ അങ്ങോട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഭഗവാനെ എനിക്കതിന് സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പോകും, അത് തന്നെയാണ് ഭക്തി. ഭക്തി യോഗത്തിൽ മറ്റെല്ലാം ഉണ്ട്. മറ്റെല്ലാ യോഗങ്ങളും പരിപൂർണമാവണമെങ്കിൽ ഭക്തി യോഗത്തിൻ്റെ അകമ്പടി എന്ന് പറയാൻ പറ്റില്ല, ഭക്തിയോഗമാകുന്ന ഒരു സഹായി ഒപ്പം തന്നെ വേണം. അകമ്പടി എന്ന് പറയുമ്പോൾ പിന്നിലാണല്ലോ. ഒരു സഹായി വേണം, കൂടെ തന്നെ വേണം. മഹാജ്ഞാനിയായിട്ടുള്ള ഭട്ടതിരിപ്പാട് അനവധി കാലം മറ്റ് പല രീതികളിൽ ജീവിച്ച അവസാനം ജ്ഞാനിയായ അദ്ദേഹം ഭക്തനായി മാറിയപ്പോഴാണ് ഇത്ര മനോഹരമായ, ഇത്ര ആഴമുള്ള ഒരു കാവ്യം അദ്ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ബുദ്ധിശക്തി, രചനാവൈഭവം അദ്ദേഹത്തിന് പണ്ട് തന്നെയുണ്ട്. പക്ഷെ അതിൽ അദ്ദേഹം തന്നെ പറയുന്ന ആ സാന്ദ്ര ആനന്ദം ആ വാക്കുകളിലും ആ സാഹിത്യരചനയിലും ഉണ്ടാവാനുള്ള കാരണം ഭക്തിയെ ആശ്രയിച്ചാണ് അദ്ദേഹം അത് എഴുതിയത്. ബാക്കി എല്ലാറ്റിലും അഹങ്കാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജ്ഞാനി എന്ന അഹങ്കാരം, ആ അഹങ്കാരത്തിൽ നിന്ന് മാറി ജ്ഞാനിക്ക് ഭക്തി കൂടിയാവുമ്പോൾ അത് ഇരട്ട ഫലമാണ്. അങ്ങനെ ജീവിച്ചാലാണ് ഭട്ടതിരിപ്പാട്. അപ്പോൾ ആ ജീവിതത്തിലൂടെ അദ്ദേഹം മനസ്സിലാക്കി എഴുതിയതാണ് നാരായണീയം. അതിന് പറ്റിയ ഏറ്റവും തനിക്ക് യോജിച്ച രീതിയിലുള്ള സ്വഭാവത്തിലുള്ളത് ഭാഗവതമാണെന്ന് കണ്ടെത്തി അദ്ദേഹം ഭാഗവതം വ്യാഖ്യാനിക്കുകയുണ്ടായത്, അല്ലെങ്കിൽ ഒരു ഉപാഖ്യാനം പോലെ എഴുതുകയുണ്ടായത്. ഭക്തിപ്രാധാന്യം തന്നെയാണ്. ഏത് മാർഗങ്ങളിലൂടെ ഒരു മാർഗത്തെയും ഒരു ഭക്തൻ, സാമാന്യ ഭക്തൻ ഒരു മാർഗത്തെയും നിരസിക്കില്ല. അയാൾ ഈ തത്വം പറയണു, അല്ലെങ്കിൽ അയാൾ എന്തെങ്ങനെ വേദാന്തം പറയണത്, ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ വേദാന്തം ഭക്തിയോടെയാണ് അദ്ദേഹം കേൾക്കുക. ഒരു വേദാന്തി ഭക്തിയെ കൂടാതെ വേദാന്തം പറയുന്നുവെങ്കിലും ആ ശ്രോതാവ് ഭക്തനാണെങ്കിൽ ഭക്തിയിലൂടെയാണ് വേദാന്തം അദ്ദേഹം കേൾക്കുക. ഇപ്പോൾ ഭക്തനെ സംബന്ധിച്ചിടത്തോളം മറ്റ് യോഗ മാർഗങ്ങൾ അനിവാര്യമല്ല. ഭക്തിയിലൂടെ അങ്ങോട്ട് പോയാൽ മതി. അതൊരു പരമാനന്ദ രസമാണ്. എങ്കിൽ മറ്റ് യോഗമാർഗങ്ങളെ ഇകഴ്ത്തി കാണിക്കുകയല്ല, തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പാൽപ്പായസം എന്നുള്ളത് തന്നെ മധുരം, അതിൽ കുറച്ച് പഞ്ചസാര കൂടി ഇടുക എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ ആ പാൽപ്പായസം ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. ആ ആസ്വാദനമാണ് ഭക്തി. നിങ്ങൾ അദ്വൈതികളായി, വേദാന്തികളായി, ജ്ഞാനികളായി സഞ്ചരിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനെയോ ബുദ്ധിയെയോ പിടിച്ചു കെട്ടാനാവാത്തൊരവസ്ഥ വന്നാൽ അത് അപകടത്തിലേക്ക് പോകും. എപ്രകാരമാണോ നിർവിണ്ണനായി അത്രയും കാലം ജീവിച്ചത്, അതുപോലെ അങ്ങോട്ട് പ്രാരബ്ധകർമ്മത്തോടു കൂടി അതിനെയെല്ലാം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറേണ്ടി വരും. കഥം പ്രിയായ അനുകമ്പിതായ സംഘം രഹസ്യം രുചിരാംശ്ച മന്ത്രാൻ എന്ന് പ്രഹ്ലാദൻ ചോദിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് അധപ്പതിക്കും. വിദ്വാൻ അഭി ഇത്തം എന്ന് അദ്ദേഹം പറയുന്നു. കുടുംബം പുഷ്ണൻ, ഇത്തരത്തിൽ കുടുംബം പോഷിപ്പിക്കുന്നതിന് ഈ സ്വഭാവം ഉണ്ടാകും എന്ന് പ്രഹ്ലാദൻ ഉപദേശിക്കുന്നുണ്ട്. ഇനി അദ്ദേഹം എന്തിനാ കുടുംബം പോഷിപ്പിക്കുന്നത്? സ്വലോകായ ന കൽപ്പതേ വൈ യസ്വീയ പാരക്യ വിഭിന്ന ഭാവ തമപ്രപദ്യേത യഥാ വിമൂഢ. പ്രഹ്ലാദൻ്റെ വാക്കാണ്. സ്വീയ പാരക്യ വിഭിന്ന ഭാവ,
തൻ്റേത് മറ്റുള്ളവരുടേത് എന്ന ഭേദം തിരിച്ചുള്ള ഭാവം അദ്ദേഹത്തിനെ ഒരു മൂഢനെ പോലെ കൂരാക്കൂരിട്ടിലേക്ക് വീണ്ടും തള്ളിവിടുന്നതായി തീരും. അദ്ദേഹം വിദ്വാനായിരിക്കും, പക്ഷെ കുടുംബം പോഷിപ്പിക്കാൻ വേണ്ടി തൻ്റെ ആൾക്കാർ മറ്റുള്ളവരുടെ ആൾക്കാർ എന്നുള്ള ഭാവം ഭിന്നഭാവം വന്നാൽ ആ വിദ്വത്വം അത് ഇല്ലാതെയാവും, വിദ്വത് വൈഭവം ഇല്ലാതെയാവും. അതാണ് പ്രഹ്ലാദൻ്റെ വാക്ക്. പ്രഹ്ലാദൻ്റെ ഭക്തിയെക്കുറിച്ച് നമുക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? അപ്പം ഭക്തിയിലൂടെ വരുമ്പോൾ ഈ സ്വീയ പാരക്യഭാവം ഇല്ലാതെയാവും. രാജകുമാരനായിരുന്നിട്ട് കൂടി ഇതൊക്കെ പറയുന്നത് തൻ്റെ ഒപ്പം പഠിക്കുന്ന കുട്ടികളോടാണ് പ്രഹ്ലാദന് പറയുന്നത്. അത്രയും സാധുക്കളായ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ. കാരണം ആ നിഷ്കളങ്കത മനസ്സിലാക്കാൻ ഒരു ഭക്തി എന്ന അവസ്ഥയ്ക്ക് സാധിക്കുള്ളൂ. 8 ഘട്ടങ്ങളെ 7 ശ്ലോകത്തിലൂടെ ഭട്ടതിരിപ്പാട് വർണ്ണിച്ചു. തൽസമാസ്വദനരൂപിണീം സ്ഥിതിം, തൻ്റെ അങ്ങയുടെ വ്യഷ്ടി സമഷ്ടി രൂപങ്ങളെ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥയെ ഞങ്ങൾ സമാധി എന്ന് വിളിക്കും. അത് വീണ്ടും അതിൽ വിഘ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ആരംഭിച്ചു കൊള്ളാം എന്നാണ് ഇന്നലെ സമർപ്പിച്ചത്. ഇന്ന് ആ സമാധിയെക്കുറിച്ച് ഒന്നുകൂടി അതിൻ്റെ മേന്മ പറയാണ്. ഇത്തമഭ്യസന നിർഭരോല്ലസൽ. ഇത്തം അഭ്യസന നിർഭരോല്ലസൽ. അഭ്യസനം നിർഭരമായ ഉല്ലാസത്തോടു കൂടിയത്. അഭ്യസനം എന്ന് വെച്ചാൽ അഭ്യാസം. ആ അഭ്യാസശീലം നിർഭരം എന്ന് വെച്ചാൽ മുഴുകിയത് അല്ലെങ്കിൽ മുഴുവൻ എന്നർത്ഥം. ഉല്ലസൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ഉല്ലാസത്തോടു കൂടിയ അവസ്ഥ. ഇത്തമഭ്യസന നിർഭരോല്ലസൽ ത്വൽപരാത്മസുഖ കൽപ്പിതോത്സവാഹ. 2 ഉൽ വന്നു. ഉല്ലസൽ ഉത്സവാഹ, ഉല്ലാസം കൊണ്ട് ആനന്ദത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും. എങ്ങനെ? ത്വൽപരാത്മസുഖ കൽപ്പിതോത്സവാഹ, അങ്ങയെ പരാത്മാവായി പരബ്രഹ്മമായി എന്നർത്ഥം. സുഖകൽപ്പിതോത്സവാഹ, വളരെ സുഖമായി കൽപ്പിക്കുന്നതിൻ്റെ ഉത്സവത്തിലേക്ക്. ഉത്സവം എന്ന് വെച്ചാൽ ആനന്ദം, ആനന്ദത്തിൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ. ത്വൽപരാത്മ സുഖ കൽപ്പിതോത്സവാഹ, അതാണ് അഭ്യാസത്തിലൂടെ എന്നുള്ളതിൻ്റെ പ്രാധാന്യം. അഭ്യാസം നിങ്ങളെ എപ്പോഴും ഭക്തി മാർഗത്തിലൂടെയാണെങ്കിൽ, നിഷ്കാമമായിട്ടാണെങ്കിൽ അത് രസിപ്പിക്കുന്നതായിരിക്കും. ആ രസം വേറൊന്നിനുമില്ല. മുക്തഭക്തകുലമൗലിതാം ഗതാഃ, അത് മുക്തഭക്തന്മാർ, അദ്വൈത ഭക്തന്മാർ. അത് അദ്വൈത ഭക്തന്മാരായി തീരും എന്നല്ല അവിടെ അദ്ദേഹം പറഞ്ഞത്. മുക്തഭക്ത കുല മൗലിതാം ഗതാഃ. മൗലി എന്ന് വെച്ചാൽ ശിരസിലിരിക്കുന്നതിനെയാണ് മൗലി എന്ന് പറയാം, അല്ലെങ്കിൽ കിരീടം എന്ന് തന്നെ കൽപ്പിക്കാൻ വേണമെങ്കിൽ. മുക്തഭക്ത കുല മൗലി, മുക്തന്മാരായ ഭക്തന്മാരായ ആളുകളുടെ കുലത്തിൽപ്പെട്ട് അവരിൽ ശിരസിൽ എന്ന് വെച്ചാൽ അവരുടെ സിംഹാസനത്തിൽ, അല്ലെങ്കിൽ അവരുടെ രാജാവ്, അവരുടെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് ഞങ്ങൾ എത്തിക്കൊള്ളാം. എത്തും എന്ന് പറയണം, ഒക്കെ വയമാണ്. അപ്പം മുക്തഭക്ത എന്നുള്ളത് മുക്തന്മാരായിട്ടുള്ള ഭക്തന്മാർ എന്ന് കണ്ടാലും വിരോധമില്ല. മുക്തന്മാരുടെയും ഭക്തന്മാരുടെയും മൗലിതാവസ്ഥയിലേക്ക്, കുലത്തിൻ്റെ ഉയർന്നവരായി ഞങ്ങൾ മാറിത്തീരും. അവർക്കെല്ലാം അനുസരിക്കാനുള്ള ഗുരുനാഥന്മാരായിട്ടോ ആചാര്യന്മാരായിട്ടോ ഞങ്ങളായിത്തീരുന്നു പറയാണ്. എപ്രകാരം? സഞ്ചരേമ ശുകനാരദാദിവൽ. ഇവിടെ ശുകൻ മുക്തനാണെങ്കിൽ നാരദൻ ഭക്തനാണ്. ഇനി ശുകന് ഭക്തിയില്ലേ? അപ്പോൾ ശുകൻ മുക്തഭക്തനാണ്. നാരദന് മുക്തിയില്ലേ? നാരദൻ മുക്തഭക്തനാണ്.
അപ്പം ശ്രീ ശുക ബ്രഹ്മർഷിയെ പോലെ നാരദരെ പോലെ ഞങ്ങളും ഇവിടെ ഭക്ത മുക്ത ഭക്ത തുടങ്ങിയ വിഷയം തന്നെ അതാണല്ലോ. ആ മുക്തഭക്തിയെക്കുറിച്ചാണല്ലോ നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. ആ മുക്താവസ്ഥയും ഭക്താവസ്ഥയും ഒരുമിച്ച് നേടി അവരെ പോലെ ഞങ്ങളിവിടെ സഞ്ചരിക്കും. അവിടുത്തെ നാമം ഉച്ചത്തിൽ പാടി അവിടുത്തെ ലീലകളെ പ്രചരിപ്പിക്കും എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. ശ്രീ ശുകബ്രഹ്മർഷിക്ക് വല്ല പണ്ട് ഇപ്പോൾ വസിഷ്ഠൻ രഘുവംശത്തിൻ്റെ ആചാര്യനായിരുന്നു, വ്യാസൻ ചന്ദ്രവംശത്തിൻ്റെ ആചാര്യനായിരുന്നു, വ്യാസഭഗവാൻ. ഇങ്ങനെ അവരൊക്കെ ഓരോ കർമ്മത്തിലൂടെ കർമ്മനിരതരായിരുന്നു അവരെല്ലാവരും. ശ്രീശുഖനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കുലത്തിൻ്റെ ആചാര്യത്വം നമ്മൾ കേട്ടിട്ടുണ്ടോ? തത്ര ആഭവൻ എന്നാണ് പറഞ്ഞത്. അവിടെ ഉണ്ടായി ശ്രീശുഖ ബ്രഹ്മർഷി എന്നാണ്. ഇനി ദ്വാദശമാറിൽ എന്താ പറഞ്ഞത്? സിദ്ധോസ്മി അനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മന എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പരീക്ഷിത് പറഞ്ഞു, ഞാൻ സിദ്ധനായി ഗുരുനാഥ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് സാഷ്ടാംഗം നമസ്കരിക്കാൻ നോക്കിയപ്പോൾ ആളെ കാണാനില്ല. അപ്പം അന്തർധാനം ചെയ്തു. അവരെ പോലെ ആവണമെന്നാണ് പറഞ്ഞത്. ശുകൻ അത്തരത്തിലാണ്. ഭഗവാനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ഭാഗവതം പാടി ചോദിച്ചു, ഭൂയസ്ത്വം ശ്രോതും ഇച്ഛസി, അങ്ങേക്ക് ഇനി വല്ലതും കേൾക്കാൻ ആഗ്രഹമുണ്ടോ എന്ന്. ഇല്ല എന്നാണ് പറഞ്ഞപ്പോൾ പോവുകയും ചെയ്തു. ഒരു ഗുരുദക്ഷിണ വാങ്ങാനോ ഇനി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോയെന്നോ. ഹരികഥകൾ കേൾക്കാൻ ആഗ്രഹിച്ചു വന്നിരിക്കുന്നവരുടെ മുമ്പിൽ ഹരികഥകൾ പാടുക, ഒരു ബന്ധവുമില്ലാതെ ഹരിയെ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് യാത്രയാവുക. ശിവൻ്റെ പ്രത്യേകത അതാണ്. നാരദൻ്റെയോ ദേവഋഷിയാണ്. ദേവനും ഋഷിയും കൂടിയ ആളാണല്ലോ നാരദൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാ സഭയിലും ഒരുപോലെയാണ്. ഹിരണ്യകശിപുവിൻ്റെ മുമ്പിലും കംസൻ്റെ മുമ്പിലും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിലും ഇനി ദേവേന്ദ്രൻ്റെ മുമ്പിലും ഒരുപോലെ അദ്ദേഹം ചെന്നെത്തും. ഇനി ഭഗവത് സന്നിധിയിൽ വൈകുണ്ഠത്തിലും അദ്ദേഹം എപ്പോഴും ഉണ്ടാവും, കൈലാസത്തിലും പോകും. നാരദൻ്റെ പ്രത്യേകത എന്താ? നാരദൻ്റെ പ്രത്യേകത ഭാഗവതത്തിൽ വ്യാസൻ പറയുന്നുണ്ട്. കാരണം അഹോ ദേവഋഷിർ ധന്യോയം, ശാർഗധന്വാവായ ഭഗവാന്റെ ലീലകളെയും കീർത്തിയെയും പാടി അത്യധികം ദുഃഖത്തിലിരിക്കുന്ന പ്രപഞ്ചത്തെ പോലും ലോകത്തെ പോലും രമിപ്പിക്കാൻ ശേഷിയുള്ളവൻ എന്നാണ് നാരദനെ വിശേഷിപ്പിച്ചത്. ഗായൻ മാദ്യൻ നിതം തന്ത്രിയ, പാടിക്കൊണ്ടും വീണമീട്ടിക്കൊണ്ടും രാഗാത്മകമായി ഹരികഥകളെ പാടുന്ന ഈ മഹാനാരദൻ, മഹാദേവഋഷി നാരദൻ. നാരദൻ എന്നുള്ളത് ഒരു പേരായിട്ട് മാത്രം കണക്കാക്കണ്ട, ഗുരുനാഥൻ എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചത് ശുകനാരദാദിവൽ എന്ന് പറയുന്നത് ബ്രഹ്മപുത്രൻ നാരദൻ തന്നെ. ആ നാരദ മഹർഷിയുടെ പ്രത്യേകത എന്താ? എവിടെയെല്ലാം ആളുകൾക്ക് മാനസിക പ്രതിസന്ധി ഉണ്ടാകുന്നുവോ, പാണ്ഡവന്മാരുടെ മുമ്പിൽ, കംസന്റെ മുമ്പിൽ പോലും, ഹിരണ്യകശിപുവിൻ്റെ മുമ്പിൽ പോലും, അവർക്ക് മുക്തി കിട്ടാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. അപ്പം അത്രയും ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളെ പോലും അലൗകികമായ വധത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ഉപദേശകൻ, അല്ലെങ്കിൽ ഉപദേശകൻ എന്ന് മാത്രം പറഞ്ഞ് താഴ്ത്തുന്നില്ല, ആചാര്യൻ ഗുരുനാഥൻ ആണ് ശ്രീനാരദൻ. അദ്ദേഹത്തിന് വല്ല ബന്ധമുള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? തട്ടിപ്പ് നടത്തി ദക്ഷിണ വാങ്ങാൻ വന്ന ഒരാളുടെ കഥ പറയാറുണ്ട്. തമിഴ് ബ്രാഹ്മണന്മാരുടെ ഇടയിലുള്ള കഥയാണ്. പൂണുനുള്ളിട്ട് കാശ് ധാരാളം കിട്ടുമെന്ന് കേട്ടപ്പോൾ ദക്ഷിണയ്ക്ക് വന്നു. ദക്ഷിണ വാങ്ങാൻ വരുന്നവൻ അഭിവാദ്യം ചെയ്യണം. അഭിവാദ്യം ചെയ്യുമ്പോൾ ഗോത്രം പറയണം. അപ്പോൾ ഈ വിദ്വാന് ഗോത്രം ഒന്നും അറിയില്ല. ഗോത്രം ഉണ്ടെങ്കിലല്ലേ അറിയുള്ളൂ. ഇവൻ പൂണൂലൊക്കെ ഇട്ട് ചെന്ന് കാശ് കിട്ടുന്നപ്പോൾ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി തിരിച്ചഭിവാദ്യം ചെയ്യാം. അതായത് ദക്ഷിണ സമർപ്പിക്കുന്നവൻ അഭിവാദ്യം ചെയ്യണം. അപ്പോൾ ഗോത്രം പറഞ്ഞു വേണം അഭിവാദ്യം ചെയ്യാൻ. അപ്പോൾ അങ്ങ് ഏത് ഗോത്രത്തിൽപ്പെട്ട ആളാ എന്ന് ചോദിച്ചു. അയാളാകെ വിട്ടുപോയി. അപ്പോൾ അയാൾ പെട്ടെന്ന് വായിക്ക് വന്നത് നാരദ ഗോത്രം എന്നാണ്. നാരദൻ്റെ ഗോത്രത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ പറയണില്ല. അപ്പോൾ ഈ നാരദൻ ഗോത്രമില്ല നാരദന്.
നാരദൻ ദേവർഷിയാണ്, ബ്രഹ്മചാരിയാണ്. അതാണ് നാരദാദികൾ എന്ന് പറയാൻ കാരണം. വിവാഹം ചെയ്ത് ലോകത്തിൽ സഞ്ചരിക്കുന്ന ആളല്ല. പകരം വിവാഹിതരായ ആളുകൾ, ധർമ്മപുത്രരെ പോലെയുള്ള ആളുകളുടെ ധർമ്മസങ്കടം പോലും മാറ്റാൻ ശേഷിയുള്ള പരമജ്ഞാനി, എന്നാൽ ഭഗവാന്റെ അടുത്ത് ചെന്ന് ഭഗവത് പത്നിമാരുടെ പ്രേമത്തെ അളക്കാനുള്ള പരമരസികൻ. കാരണം അദ്ദേഹത്തിൻ്റെ ഭക്തിരസമാണത്. അപ്പം ജ്ഞാനവും ഭക്തിയും കലർന്ന ആൾ തന്നെയാണ് നാരദനും. അപ്പം മുക്തഭക്ത കുലമൗലിതാം ഗതാഹ, വളരെ നിരുപാധികന്മാരായി, നിഷ്കിഞ്ചനന്മാരായി, എവിടെയെല്ലാം ആളുകൾ ഹരിയെക്കുറിച്ച്, കൃഷ്ണനെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നുവോ പല രൂപത്തിൽ, അല്ലെങ്കിൽ ഈ ശുഗനും നാരദനും ചെയ്തതുപോലെ ഞങ്ങൾക്കും എവിടെയെല്ലാം ആളുകൾക്ക് എങ്ങനെയെല്ലാം എത്തിച്ചേരാൻ ആഗ്രഹമുണ്ടോ അവിടേക്ക് എത്തിച്ചേരാൻ ഞങ്ങൾ ശ്രമിക്കുന്നു പറയുകയാണ് ഭട്ടതിരിപ്പാട്. വെളിഞ്ഞിൽ ദാമോദരൻ നമ്പൂതിരിപ്പാട്, മഹാഭാഗവതൻ. ഇന്ന് ഞങ്ങളെപ്പോലെയുള്ള യുവ ആചാര്യന്മാർക്കൊക്കെ കാരണം അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ ഗുരുത്വമാണ്. കാരണം ആ മഹാത്മാവ് ഭാഗവതം പ്രചരിക്കാത്ത സമയത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് കത്തയച്ച് അവിടെ പോയിരുന്ന് പാരായണം ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അന്ന് കേട്ടിരുന്ന ഏതോ 2-3 മുത്തശ്ശിമാരാണ് പിൽക്കാലത്ത് ഭാഗവത്തെ പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തിന് ധൈര്യമായിട്ട് പറയാം, ശുഗനാരദാദികളെ പോലെയാണ് ഞാനും ജീവിച്ചത് എന്ന് ധൈര്യമായിട്ട് പറയാം. ഭാഗവതം പ്രചരിപ്പിച്ചു, മുക്തനായി, ഭക്തനായി സഞ്ചരിച്ചു. ഈ മുക്താവസ്ഥയും ഭക്തി അവസ്ഥയും കൂടിയാൽ അതിനോട് തുല്യം വയ്ക്കാൻ വേറൊന്നുമില്ല. ശ്രമ ഏവഹി കേവലം, സൂതൻ പറയും. മറ്റേത് യോഗമാർഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഭക്തി വന്നില്ലെങ്കിൽ, മനഃശുദ്ധി വന്നില്ലെങ്കിൽ കുടം കമഴ്ത്തി വെച്ച് വെള്ളം കോരി ഒഴിക്കുന്നത് പോലെയായിരിക്കും. അപ്പം ആ ശ്രമങ്ങളെ മുഴുവൻ നിഷ്ഫലമാക്കാൻ ശ്രമിക്കാതെ സഫലമാക്കാൻ ശ്രമിക്കാൻ ഭക്തി രസത്തെ കൂട്ടിയോജിപ്പിക്കുക തുടങ്ങിയത് അവിടെ നിന്നാണല്ലോ. മുക്ത ഭക്ത, പലരുടെയും വിചാരം മുക്തന്മാരും ഭക്തന്മാരും ഓപ്പോസിറ്റ്, അതായത് വിപരീത ദിശകളിൽ സഞ്ചരിക്കുന്നവരാണ്. അല്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ 10 മിനിറ്റ് പറഞ്ഞത്. മുക്തനും ഭക്തനും ഒരിക്കലും അങ്ങനെ വേർതിരിഞ്ഞ് സഞ്ചരിക്കാൻ സാധിക്കില്ല. കാരണം ഭക്തന് മുക്തനായ മതിയാവും. യഥാർത്ഥ ഭക്തൻ മുക്തനായിരിക്കും. ഇന്നത്തെ ഭാഷയിൽ അദ്വൈതിയായിരിക്കും, അല്ലെങ്കിൽ വേദാന്തിയായിരിക്കും. അദ്ദേഹത്തിലേക്ക് വേദാന്തം കയറി വരിക ചെയ്യണം. വൈരാഗ്യത്വം, വിരാഗം എന്നുള്ള അവസ്ഥ കയറി വരിക ചെയ്യണത് അദ്ദേഹത്തിലേക്ക്. അല്ല അദ്ദേഹം എവിടെയെങ്കിലും പോയി പഠിച്ചതല്ല അതൊന്നും. അപ്പം മുക്ത ഭക്ത എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. മുക്തഭക്തനായിട്ട് ജീവിക്കുക എന്നുള്ളതിനേക്കാൾ നമുക്ക് നല്ലത് അതിനെ ഒന്ന് മുറിക്കുക. മുക്തന്മാരിൽ കുലമൗലിത ഉണ്ടാവും, ഭക്തന്മാരിലും കുലമൗലിത ഞങ്ങൾ പ്രാപിച്ചു കൊള്ളാം എന്ന് ഭഗവാനോട് പറയുന്ന രീതിയിൽ അതിനെ കണക്കാക്കിയാൽ മതി. ഇതിപ്പോൾ വാസ്തവത്തിൽ ഏത് ഘട്ടത്തിലൂടെ കടന്നു വരേണ്ടതെന്നറിയോ? പതഞ്ജലി മഹർഷി എന്ന മഹാവേദാന്തി അദ്വൈതി അഷ്ടാംഗയോഗമാർഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വിവരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. ഈ അഷ്ടാംഗയോഗ മാർഗത്തിലും ഓരോ യോഗത്തിലും ഭക്തിക്ക് സ്വാധീനമുണ്ട്, ഓരോ ഘട്ടത്തിലും. അത് ഭട്ടതിരിപ്പാട് ഇവിടെ വർണ്ണിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ചും ധാരണ എത്തുമ്പോഴേക്കും ഭക്തിയുടെ പ്രാധാന്യം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ധാരണാദികളിലൂടെ, ഇന്നലെ പറഞ്ഞല്ലോ, ധാരണാദികൾ ഞങ്ങൾ ചെയ്തു കൊള്ളാം. ഇത്തം ഇപ്രകാരം അഭ്യസന നിർഭരോല്ലസൽ എന്നാ പറഞ്ഞത്. അഭ്യാസത്തെ ഇല്ലാതെ നിരന്തരമായ സാധന. ഈ കപില മഹർഷി ഉപദേശിക്കുമ്പോൾ ആ അധ്യായത്തിന് പേരിട്ടിരിക്കുന്നത് സാധനാനുഷ്ഠാനം എന്നാണ്. നിരന്തരമായ സാധന അനുഷ്ഠാനമാണ്. അനുഷ്ഠാനം എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും ചെയ്യേണ്ടത്. ആ സാധന നിരന്തരം ചെയ്യാതെ അഭ്യസന നിർഭരോല്ലസൽ ആണ്. ആ അഭ്യാസം നിറഞ്ഞ, നിർഭരം എന്ന് വെച്ചാൽ നിറഞ്ഞത്, ആ അഭ്യാസം നിറഞ്ഞ ഉത്സവം, ഉല്ലാസം. ത്വത്പരാത്മ സുഖകൽപ്പിതോത്സവാഹ.
അവിടെ തന്നെ ഉയർന്നു മനസ്സ്. പിന്നെ അവിടുത്തെ പരബ്രഹ്മ സ്വരൂപത്തെ കാണുന്ന സുഖത്താൽ അത് കൽപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഉത്സവഭാവം, ആനന്ദാതിരേകം. ആ ആനന്ദാതിരേകം മുക്തഭക്ത കുലമൗലിതാം ഗതാഹ. ആ ആനന്ദാതിരേകത്താൽ എന്തായിത്തീരും? മുക്തന്മാരിൽ അഗ്രഗണ്യന്മാരായിട്ട് ഞങ്ങൾ മാറും, ഭക്തന്മാരിൽ അഗ്രഗണ്യന്മാരായിട്ട് ഞങ്ങൾ മാറും. മുക്തഭാവത്തിൽ സഞ്ചരിക്കുന്ന ഭക്തന്മാരായി അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ. ഇവിടെ 2 ഉദാഹരണമേ പറഞ്ഞിട്ടുള്ളൂ. സഞ്ചരേമ, ഞങ്ങൾ സഞ്ചരിക്കും. ശുകനാരദാദിവൽ, ശ്രീ ശുകബ്രഹ്മർഷിയെ പോലെ 7 ദിവസം പരീക്ഷത്തിന് മുമ്പിലിരുന്ന് കഥ പറഞ്ഞു. സ്വയം ആസ്വദിച്ചുകൊണ്ടുള്ള സമാധി ഭാഷയിലുള്ള വിവരണം. പരീക്ഷത്തിനെ അനുഗ്രഹിക്കാനായിട്ട് വന്നു. 7-ാം ദിവസം പരീക്ഷത്തിന് സന്തോഷമായി. അഹം ബ്രഹ്മാസ്മി എന്ന ബോധം ഉണർന്നപ്പോൾ യാത്രയായി. നാരദ മഹർഷി, ഇദ്ദേഹത്തിൻ്റെ വിപരീതം, ശുകബ്രഹ്മർഷിയുടെ വിപരീതം. അദ്ദേഹം എവിടെയും നിൽക്കാത്ത ആളാണെങ്കിൽ എവിടെയും കയറി ചെന്ന് ഹരികഥ പാടി മറ്റുള്ളവരുടെ മനസ്സിനെ രസിപ്പിക്കുന്ന, രമിപ്പിക്കുന്ന ശ്രീനാരദൻ്റെ അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കൊള്ളാം എന്ന് ഭഗവാനോട് പറയുകയാണ് ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട്. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണൻ.